നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ആകാംക്ഷകൾക്കൊക്കെ വിരാമമിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉള്ളതായാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകും. 17 തവണ വരെ ഇത്തരത്തിൽ തുടരെ ഷോട്ടുകൾ എടുപ്പിച്ച് ബുദ്ധിമുട്ടിച്ചു. ഇത്തരത്തിലുള്ള നടക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. പരാതി നൽകാതിരുന്നത് ജീവഭയം കൊണ്ടാണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. എന്തായാലും എന്തൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതെന്ന് നോക്കാം. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ ഹേമ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന മൊഴികളിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സഹകരിക്കുന്നവർക്ക് കോഡ് പേരുണ്ട്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും. കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന പേരിട്ടാണ് ഇത്തരത്തിൽ വഴങ്ങുന്നവരെ കോഡ് പേരിൽ അറിയപ്പെടുന്നത്. സഹകരിക്കാൻ തയ്യാറാകുന്നവർ കോഡ് പേരുകളിലാണ് അറിയപ്പെടുന്നത്. സിനിമ നിയന്ത്രിക്കുന്നത് ക്രിമിനലുകളാണ്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമുണ്ട്. അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുമുണ്ട്. വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിയെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. വഴങ്ങാത്ത നടിമാർക്ക് അവസരമില്ല. സിനിമാ രംഗത്ത് പുറമേക്കുള്ള തിളക്കം മാത്രമേ ഉള്ളൂ. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകർ നിർബന്ധിക്കുമെന്നതാണ് മറ്റൊരു നിർണായകമായ കാര്യം. വഴങ്ങാത്തവരെ, ഈ ഒരു കാര്യങ്ങൾക്കൊന്നും വഴങ്ങാത്തവരെ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യും. അതായത് അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് മലയാള സിനിമാ രംഗത്ത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് സ്ത്രീകൾ നേരിടുന്നതെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്നും ഒന്നിലധികം പേർ മൊഴി നൽകിയിരിക്കുകയാണ്. അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട്. ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് അവരെ ഒഴിവാക്കുന്ന ഒരു രീതിയും ഉണ്ട്. എന്നാൽ ഇനി ഇതിനെപ്പറ്റി പരാതിപ്പെട്ടാലോ? ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്നാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. ഭീഷണിപ്പെടുത്താറുണ്ട് എന്നും മൊഴികളുണ്ട്. വഴിമാറിപ്പോവുക, നിലനിൽക്കണമെങ്കിൽ ചൂഷണത്തിന് വിധേയരാവുക എന്ന നിലയാണ് മലയാള സിനിമയിൽ നിലവിലുള്ളത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിപ്പോയി, നടുങ്ങിപ്പോയി എന്നും ആ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആകെ 233 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തായാലും ഏറെ ചങ്കിടിപ്പുകൾക്കും ആകാംക്ഷകൾക്കും ട്വിസ്റ്റുകൾക്കും ഒക്കെ ഒടുവിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീകൾ കടുത്ത ലൈംഗിക ചൂഷണം ഈ മേഖലയിൽ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറമേ ഉള്ളൊരു തിളക്കം മാത്രമേ ഉള്ളൂ. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ജീർണിക്കുകയാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളാണ് പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.